ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വ്ളോഗാണ്. കണ്ടപ്പോഴേ മനസ്സിലായില്ലേ, ഇത് എൻ്റെ ഗോവയിലെ അവസാനത്തെ ദിവസത്തെ വ്ളോഗാണ്. അതുകൊണ്ട് തന്നെ ഈ വ്ളോഗോട് കൂടി ഗോവൻ വ്ളോഗും അവസാനിക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫേവറേറ്റ് ബീച്ച്, ബെനോലിം. ഇവിടെ ഒരുപാട് സൗത്ത് ഗോവയിൽ ഒരുപാട് ബീച്ചുണ്ട്. എല്ലാം നല്ല ബീച്ച് തന്നെയാണ്, നല്ല പീസ്ഫുള്ളായിട്ടുള്ള ബീച്ചാണ്. പക്ഷേ ഇതിൽ ഏറ്റവും എൻ്റെ ഫേവറേറ്റ് ബീച്ച് ഇതാണ്, ബെനോലിം ബീച്ച്. ഇവിടെ നല്ല കാം, ക്വയറ്റ്, പീസ്ഫുൾ, റൊമാൻറ്റിക് ബീച്ചാണ്. അധികം ഡിസ്റ്റർബൻസ് ഒന്നുമില്ല, നമുക്ക് നല്ല ഫ്രീ ആയിട്ട് ഇവിടെ നടക്കാം. അപ്പോൾ നിങ്ങളിവിടെ വരുന്നത്, ഗോവയിലേക്ക് വരുന്നത്, അങ്ങനെ നിങ്ങളുടെ പ്രിഫറൻസ് ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് കുറച്ച് നല്ല ടൈം സ്പെൻഡ് ചെയ്യാനും അല്ലെങ്കിൽ നല്ല പീസ്ഫുള്ളായിട്ടുള്ള മൊമെൻറ്റ്സിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സൗത്ത് ഗോവയിലേക്ക് തന്നെ വരണം. അല്ല, ഒരുപാട് എൻജോയ് ചെയ്യാനും അങ്ങനെ അടിച്ചു പൊളിക്കാനൊക്കെയാണ് വരുന്നതെങ്കിൽ നോർത്ത് ഗോവ ആയിരിക്കും ബെസ്റ്റ്. അപ്പോൾ നമുക്ക് ഇന്ന് ഫുൾ ഡേ ഇവിടെയാണ്. ഇന്നെൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേയും കൂടി സെലിബ്രേറ്റ് ചെയ്തിട്ടാണ് ഇവിടുന്ന് പോണത്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് കുറേ ദൂരം അങ്ങോട്ടേക്ക് നടക്കാമെന്ന് വിചാരിച്ചു. നല്ല വെയിലുണ്ട് കേട്ടോ, ഏകദേശം ഒരു 11 മണി ആവാറായി. അപ്പോൾ കുറച്ച് ദൂരം നമുക്ക് അങ്ങോട്ട് നടന്ന് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പതുക്കെ ഇങ്ങനെ പോകാം. നിങ്ങൾക്ക് എൻ്റെ ബീച്ചിൻ്റെ വ്ളോഗ്സും ഗോവൻ വ്ളോഗ്സൊക്കെ കണ്ട് ബോറടിക്കുന്നുണ്ടാവും അല്ലേ? കൂടുതലും ബീച്ചുമായിട്ടാണ് റിലേറ്റഡ് ആയിട്ടുള്ള വ്ളോഗ്സാണല്ലോ കൂടുതലും. എന്താണെന്നറിയില്ല, എനിക്ക് ബീച്ച് ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ വീഡിയോ കാണുമ്പോൾ ശരിക്കും ബോറടിക്കുമായിരിക്കും ഓരോരോ ബീച്ചിൻ്റെ ഇത് കാണുമ്പോൾ. എനിക്കെന്തോ ബീച്ചുള്ള സ്ഥലങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എവിടെയെങ്കിലും പോകാനാണെങ്കിൽ പ്ലാൻ ചെയ്താലും ബീച്ചുള്ള സ്ഥലമായിരിക്കും ഞാനെന്നല്ല, ഞങ്ങൾ 4 പേരും ഇഷ്ടപ്പെടുന്ന ബീച്ചുള്ള സ്ഥലത്ത് പോകാനായിരിക്കും. പക്ഷേ ഇനി എന്തായാലും അത് മാറ്റി പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ബീച്ചല്ലാത്ത കുറേ സ്ഥലങ്ങളിലും കൂടി പോകും. അപ്പോൾ ആ വ്ളോഗ്സ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള വ്ളോഗ്സ് ഞാൻ തീർച്ചയായിട്ടും ഇടുന്നതായിരിക്കും. പക്ഷേ പേഴ്സണലി ഇഷ്ടം ബീച്ചുള്ളിടത്ത് പോകാനാണ് കേട്ടോ. അതെന്തൊരു വല്ലാത്തൊരു സുഖമാണ്. നമുക്ക് എത്ര കണ്ടാലും മതി വരാത്ത കുറച്ച് സാധനങ്ങളിൽ ഒന്നാണല്ലോ ബീച്ച്. കടൽ എത്ര കണ്ടാലും മതി വരുന്നല്ലേ. നല്ല വെയിലായിട്ടുണ്ട് കേട്ടോ. സമയം ഉച്ചയായിട്ടുണ്ട്. നല്ല അസല് വെയിലടിച്ച് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഒരു പരുവായിട്ടുണ്ട്. ഇപ്പം തന്നെ കളറൊക്കെ മാറി. നാട്ടിൽ ചെന്നാൽ മിക്കവാറും ആരും തിരിച്ചറിയാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. ഇപ്പം തന്നെ ഞാൻ ഉഗാണ്ടയിൽ നിന്നൊക്കെ ഇറങ്ങി വന്നവരെ പോലെ ഇരിക്കുകയാണ് ഞങ്ങൾ. ഇനി നാട്ടിൽ ചെന്നിട്ട് വേണം ഈ ടാനൊക്കെ പോകാനുള്ള പരിപാടിയിലേക്ക് കിടക്കാൻ. അപ്പോൾ ടാൻ മാറ്റുന്ന വീഡിയോ ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കാണണം കേട്ടോ. അപ്പോൾ നല്ല വിശപ്പുണ്ട്. രാവിലെ ഒരു ബ്രെഡ് കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇനി നമുക്കിവിടെ അടുത്തൊരു ഷാക്കിൽ എവിടെയെങ്കിലും കയറിയിട്ട് ഒരു 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഈ വെയിലൊക്കെ ഒന്ന് താഴട്ടെ, ഒരു 2 മണിയൊക്കെ കഴിഞ്ഞിട്ട് ബീച്ചിലേക്ക് ഇറങ്ങാം, അതായിരിക്കും നല്ലത്. അപ്പോൾ അത്ര വെയിലുണ്ട്, നല്ല അസല് വെയിലാണ്.
ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു ഷാക്കിൽ കയറിട്ടോ. അപ്പോൾ ഇവിടെ അടുത്തുള്ള ബാക്കി എല്ലാ ഷാക്കുകളെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് റീസണബിളായിട്ടുള്ള പ്രൈസാണ് ഇവിടെ. അത്യാവശ്യം എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള നമ്മൾ പോയിട്ടുള്ള എല്ലാ ഷാക്കുകളെയും വെച്ചിട്ട് ഇവിടെ കുറച്ച് ക്യാഷ് കുറവാണ് ഫുഡിനൊക്കെ. അപ്പോൾ ഇനി കുറച്ച് നന്നായിട്ട് ഇങ്ങോട്ട് ഫുഡ് അടിക്കണം. കുട്ടികൾക്ക് നല്ല വിശപ്പുണ്ട്. അവരും കളിച്ച് കുറേ ക്ഷീണിച്ച് വെയിലത്ത് നിന്ന് കുറേ അധികം കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാം കേട്ടോ. എങ്കിലേ ഞാനിടുന്ന നല്ല വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോവരുത്. അപ്പോൾ ഇനി നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യണം. 2-3 ഐറ്റം പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതുടനെ വരുമായിരിക്കും. അപ്പോൾ ബാക്കി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറയാം, ഓനിയൻ ഡ്രിങ്ക്സാണ് ഓർഡർ ചെയ്തത്. പക്ഷേ ഇതിപ്പോൾ ഓനിയൻ പക്കോട പോലെയൊക്കെ ഉണ്ട്. ഇത് പീനട്ട് വെച്ചിട്ടുള്ളൊരു സാലഡ് പോലത്തെ ഒരു ഐറ്റമാണ്. പിന്നെ കുട്ടികൾക്ക് 2 സൂപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും അവരവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ചിക്കൻ നൂഡിൽസ് ക്രീമി അങ്ങനെ എന്തോ ഒരു സൂപ്പാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അവർക്ക് സൂപ്പ് ഇഷ്ടമായിട്ടോ. അപ്പോൾ സാധാരണ അങ്ങനെ സൂപ്പ് അങ്ങനെ കുടിക്കാറില്ല. എൻ്റെ ഇളയ മോനാണെങ്കിൽ തീരെ ഇഷ്ടമല്ല അവന് സൂപ്പൊന്നും. പക്ഷേ ഇതവൻ നന്നായിട്ട് കഴിച്ചു, അവൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മുടെ അടുത്ത ഐറ്റം എത്തിയിട്ടുണ്ട്. ഇതൊരു കോക്ടെയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് കോക്ടെയിൽ കഴിച്ചിട്ടില്ല, ഇവിടെ ആദ്യമായിട്ട് കഴിക്കാൻ പോവാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെന്തോ ആൽക്കഹോളിക്കാണ് കേട്ടോ, എന്തോ ഒരു വോഡ്ക എന്തോ മിക്സാണ്. അപ്പോൾ ഇതെന്തായാലും ഒന്ന് കഴിച്ച് നോക്കട്ടെ. അടിപൊളിയായിട്ട് സെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. കളർ എനിക്കിഷ്ടപ്പെട്ടു. റെഡ് എൻ്റെ ഫേവറേറ്റ് കളറാണ്. അപ്പോൾ കളർ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇനി ഒരു കുഴപ്പമില്ല അത്. അപ്പോൾ ഇനി ഒന്ന് കുടിച്ച് നോക്കാം. സംഭവം പൊളിച്ചുട്ടാ, കിടിലനായിട്ടുണ്ട്. ആ ഒരു ഫ്ലേവറൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും എനിക്കിഷ്ടമായിട്ടോ, എനിക്കിഷ്ടമായി. അതിൻ്റെ ടേസ്റ്റൊക്കെ എനിക്കിഷ്ടമായി, കുഴപ്പമില്ല. ഇതപ്പം നമ്മൾ ഓർഡർ ചെയ്ത അടുത്ത ഐറ്റം എത്തിയിട്ടുണ്ട്, ഹൈദരാബാദി ചിക്കൻ. ഹൈദരാബാദി ചിക്കൻ്റെ ഫ്രൈയുടെ ഒരു റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇത് ഹൈദരാബാദി ചിക്കൻ കറിയാണ്. അതിൻ്റെ കൂടെ പ്ലെയിൻ റൈസും ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലെയിൻ റൈസിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഹൈദരാബാദി ചിക്കൻ. അപ്പോൾ നല്ല ടേസ്റ്റാണ് രണ്ടും കൂടി. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു പപ്പടം കൂടെ ആയാൽ പൊളിക്കില്ലേ, അടിപൊളി കോമ്പിനേഷൻ ആവുമല്ലേ. അപ്പോൾ നമ്മൾ കുറേ നാളായി പപ്പടം കഴിച്ചിട്ട്. അപ്പോൾ പപ്പട കൊതിയന്മാരുണ്ട് ഇവിടെ. അങ്ങനെ പപ്പടം ഓർഡർ ചെയ്തു. പപ്പടം ആകെ 2 പീസ് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ പകുതിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഫുഡ് കഴിച്ചിട്ട് നേരെ നമുക്ക് കടലിലേക്ക്, ബീച്ചിലേക്ക് ഇറങ്ങാം.
അത് അട്ടേ മോനെ, അതല്ല അത്. അത് കടലിൽ ജീവിക്കുന്നില്ല. ഇന്ന് സൺസെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. സൺസെറ്റ് വരെ ഉള്ളൂ ബീച്ച് അലൗഡ് ആയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പോയ ഷാക്കില്ലേ, ആ ഷാക്കിലേക്ക് തന്നെ പോരുന്നു. അപ്പോൾ ഇത് നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചപ്പോഴത്തെ ഒരു സൂപ്പല്ല കേട്ടോ, ഇത് വേറെ ടൈപ്പ് സൂപ്പാണ്. ഉച്ചയ്ക്ക് നന്നായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ട് എന്തായാലും വിശപ്പൊന്നുമില്ല. അപ്പോൾ ഇനി കേക്കും കട്ട് ചെയ്യുകയും കൂടെ വേണം. മോൻ്റെ ബർത്ത്ഡേ ആണ്, അതും കൂടെ സെലിബ്രേറ്റ് ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഗോവയിലേക്ക് വന്നത് തന്നെ. അപ്പോൾ ഇന്ന് ഫുൾ അടിച്ചു പൊളിച്ചു. ഇന്ന് രാത്രിയിലത്തെ സെലിബ്രേഷനോട് കഴിഞ്ഞാൽ നമ്മൾ നാളെ തിരിച്ച് നാട്ടിലേക്ക് ട്രിവാൻഡ്രത്തേക്ക് പോവാണ്. അപ്പോൾ ഇത് അടിപൊളി ഒരു ദിവസം, 5 ദിവസം ജീവിതത്തിലെന്നും ഓർക്കാൻ പറ്റുന്ന കുറേ ദിവസങ്ങൾ ആണ് ഗോവയിലുള്ളത്. കാരണം ഇത് 2ാമത്തെ പ്രാവശ്യമാണ് ഞങ്ങൾ ഗോവയിലേക്ക് വരുന്നത്. അപ്പോൾ ആദ്യം വന്നപ്പോൾ അത്ര ഇഷ്ടമായതുകൊണ്ടാണ് വീണ്ടും 2ാമതും സൗത്ത് ഗോവ തന്നെ പ്രിഫർ ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നത്. ഞങ്ങൾ അത്രയ്ക്ക് ഇഷ്ടമായി, ഈ സ്ഥലം അത്ര ഇഷ്ടമായതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ബീച്ചിൻ്റെ വെറുപ്പിക്കൽ വ്ളോഗ്സൊക്കെ ഇതോടുകൂടി തീരുകയാണ്. അപ്പോൾ ഗോവൻ വ്ളോഗ്സും തീരുകയാണ്. ലാസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ കുറച്ച് ലെങ്ത് കൂടുതലാണ്. ഒരു ദിവസം ഫുള്ള് കുറച്ച് ലെങ്തിയാണ്, എനിക്കറിയാം. പക്ഷെ ഇതോടുകൂടി വ്ളോഗിങ് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചാണ്. നിങ്ങൾക്ക് ബോറടിക്കുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് കണ്ടോളൂ കേട്ടോ. ഓക്കെ, കട്ട് ചെയ്യാം. പതുക്കെ കട്ടി. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ. വിട്. ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പോൾ ബർത്ത്ഡേ ആഘോഷമൊക്കെ കഴിഞ്ഞു ഞങ്ങൾ തിരിച്ചു പോവാണ്, റൂമിലോട്ട് പോവാണ്. അപ്പോൾ നാളെ രാവിലെ ആണ് ട്രെയിൻ ഇവിടുന്ന് ട്രിവാൻഡ്രത്തേക്ക്. ഞങ്ങൾ തിരിച്ചു പോരാൻ നേരം ഞങ്ങളുടെ കൂടെ ട്രെയിനിലുണ്ടായിരുന്നവരൊക്കെ മലയാളികളായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങോട്ടുള്ള യാത്രയും അടിപൊളി യാത്രയായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി എന്താ പറയുക, എൻജോയ് ചെയ്തായിരുന്നു തിരിച്ചിങ്ങോട്ട് പോരുന്നത്. അപ്പോൾ ഈ യാത്രയിൽ ഒരുപാട് മെമ്മറീസ് ഉണ്ട് ഗോവയിൽ. അപ്പോൾ കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും നല്ല ഓർമ്മകൾ, ഒരു പിടി നല്ല ഓർമ്മകളുമായിട്ടാണ് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോണത്. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ടോ നല്ലൊരു വ്ളോഗായിട്ടോ വീണ്ടും കാണാം. ബായ്, താങ്ക് യു.